ഹലോ, വെൽക്കം ടു ബി ഫോർ യു. ഇന്ന് നമ്മൾ നോക്കുന്നത് 2025 ഓഗസ്റ്റ് മാസത്തിൽ 2-ാം ലക്കത്തിൽ വന്നിട്ടുള്ള PSC ബുള്ളറ്റിലെ കറണ്ട് അഫേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇവിടെ VS അച്യുതാനന്ദനെ കുറിച്ചിട്ട് കുറച്ച് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം അത് നോക്കാം. 1923 ഒക്ടോബർ 20 അമ്പലപ്പുഴ പുന്നപ്ര വെന്തലത്തറ കുടുംബത്തിൽ ശങ്കരൻ്റെയും അക്കമ്മയുടെയും മകനായി ജനിച്ചു. 1923 ഒക്ടോബർ 20 അമ്പലപ്പുഴ പുന്നപ്ര വെന്തലത്തറ കുടുംബത്തിൽ ശങ്കരൻ്റെയും അക്കമ്മയുടെയും മകനായി ജനിച്ചു. ഇനി വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്നാണ് മുഴുവൻ പേര്. ഇതോർത്ത് വെച്ചോളാം കേട്ടോ. വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്നാണ് മുഴുവൻ പേര്. ഇനി 1946 ഒക്ടോബർ 28 പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുക്കുകയും കൊടിയ മർദ്ദനങ്ങൾക്ക് വിധേയനാവുകയും ചെയ്തു. 1946 ഒക്ടോബർ 28 പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുക്കുകയും കൊടിയ മർദ്ദനങ്ങൾക്ക് വിധേയനാവുകയും ചെയ്തു. 1967 അമ്പലപ്പുഴയിൽ നിന്ന് ആദ്യമായി നിയമസഭയിലെത്തി. 1967 അമ്പലപ്പുഴയിൽ നിന്ന് ആദ്യമായി നിയമസഭയിലെത്തി. 1970 വീണ്ടും അമ്പലപ്പുഴയിൽ നിന്നും 1991 മാരാരിക്കുളത്തു നിന്നും നിയമസഭയിൽ എത്തി. 1970 വീണ്ടും അമ്പലപ്പുഴയിൽ നിന്നും 1991 മാരാരിക്കുളത്തു നിന്നും നിയമസഭയിൽ എത്തി. 2001, 2006, 2011, 2016 നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ മലമ്പുഴയിൽ നിന്നും നിയമസഭയിലെത്തി. 1992, 2001, 2011 വർഷങ്ങളിൽ പ്രതിപക്ഷ നേതാവായി. 1992, 2001, 2011 വർഷങ്ങളിൽ പ്രതിപക്ഷ നേതാവായി. ഇനി 2006 മെയ് 18 മുഖ്യമന്ത്രിയായി. 2006 മെയ് 18 മുഖ്യമന്ത്രിയായി. കേരളത്തിൽ മുഖ്യമന്ത്രിയാകുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാണ്. കേരളത്തിൽ മുഖ്യമന്ത്രിയാകുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാണ്. ഇനി 2016 ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനാവുകയും 2021 ജനുവരിയിൽ സ്ഥാനമൊഴിയുകയും ചെയ്തു. 2016 ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനാവുകയും 2021 ജനുവരിയിൽ സ്ഥാനമൊഴിയുകയും ചെയ്തു. സമരത്തിന് ഇടവേളകളില്ല, ഇടപെടലുകൾക്ക് അവസാനമില്ല. VS കേരള വികസന സങ്കല്പങ്ങൾ എന്നീ ഗ്രന്ഥങ്ങൾ രചിച്ചു. സമരത്തിന് ഇടവേളകളില്ല, ഇടപെടലുകൾക്ക് അവസാനമില്ല. VS കേരള വികസന സങ്കല്പങ്ങൾ എന്നീ ഗ്രന്ഥങ്ങൾ രചിച്ചു. 2025 ജൂലൈ 21 അന്തരിച്ചു. 2025 ജൂലൈ 21 അന്തരിച്ചു. ഇനി സിക്കിമിലെ യാക്ടൻ ആണ് ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ നാടോടി ഗ്രാമം. സിക്കിമിലെ യാക്ടൻ ആണ് ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ നാടോടി ഗ്രാമം. ഇനി യൂലിയ സ്വിരിഡൻകോയാണ് യുക്രൈനിൻ്റെ പുതിയ പ്രധാനമന്ത്രി. യൂലിയ സ്വിരിഡൻകോയാണ് യുക്രൈനിൻ്റെ പുതിയ പ്രധാനമന്ത്രി. ഇനി ഗുജറാത്താണ് ട്രൈബൽ ജീനോം സീക്വൻസിംഗ് നടത്തുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. ഗുജറാത്താണ് ട്രൈബൽ ജീനോം സീക്വൻസിംഗ് നടത്തുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. ഇനി ബ്രിട്ടൻ വോട്ടിംഗ് പ്രായം 18 നിന്ന് 16 ആക്കി കുറയ്ക്കാൻ ഒരുങ്ങുന്നു. ബ്രിട്ടൻ വോട്ടിംഗ് പ്രായം 18 നിന്ന് 16 ആക്കി കുറയ്ക്കാൻ ഒരുങ്ങുന്നു. ഇനി ഡോക്ടർ MS സ്വാമിനാഥനോടുള്ള ആദരമായി അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ഓഗസ്റ്റ് 7 കാർഷിക ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച് മഹാരാഷ്ട്ര. ഡോക്ടർ MS സ്വാമിനാഥനോടുള്ള ആദരമായി
അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ഓഗസ്റ്റ് 7 കാർഷിക ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച് മഹാരാഷ്ട്ര. ഇനി 16 വയസ്സിൽ താഴെയുള്ളവർക്ക് യൂട്യൂബ് വിലക്കി ഓസ്ട്രേലിയ. 16 വയസ്സിൽ താഴെയുള്ളവർക്ക് യൂട്യൂബ് വിലക്കി ഓസ്ട്രേലിയ. ഇനി രാജ്യത്തെ ആദ്യ ന്യൂറോ ഡൈവേഴ്സിറ്റി കോ വർക്കിംഗ് സ്പേസ് കൊച്ചിയിൽ. രാജ്യത്തെ ആദ്യ ന്യൂറോ ഡൈവേഴ്സിറ്റി കോ വർക്കിംഗ് സ്പേസ് കൊച്ചിയിൽ. ഇനി അന്താരാഷ്ട്ര ആസ്ട്രോണമിക്കൽ യൂണിയൻ്റെ IAU ഉൽക്കാപഠന നേതൃസമിതിയിൽ എത്തുന്ന ആദ്യ ഇന്ത്യക്കാരനായി അശ്വിൻ ശേഖർ. അന്താരാഷ്ട്ര ആസ്ട്രോണമിക്കൽ യൂണിയൻ്റെ IAU ഉൽക്കാപഠന നേതൃസമിതിയിൽ എത്തുന്ന ആദ്യ ഇന്ത്യക്കാരനായി അശ്വിൻ ശേഖർ. ഇനി സൊണാലി മിശ്ര റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൻ്റെ ആദ്യ വനിതാ ഡയറക്ടർ ജനറലായി നിയമിതയായി. സൊണാലി മിശ്ര റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൻ്റെ ആദ്യ വനിതാ ഡയറക്ടർ ജനറലായി നിയമിതയായി. ഇനി അഭിജിത്ത് സേത്താണ് ദേശീയ മെഡിക്കൽ കമ്മീഷൻ്റെ പുതിയ ചെയർമാൻ. അഭിജിത്ത് സേത്താണ് ദേശീയ മെഡിക്കൽ കമ്മീഷൻ്റെ പുതിയ ചെയർമാൻ. ഇനി നിതിൻ ഗുപ്തയാണ് നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റിയുടെ പുതിയ ചെയർമാൻ. നിതിൻ ഗുപ്തയാണ് നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റിയുടെ പുതിയ ചെയർമാൻ. ഇനി ആർ ദൊരൈസ്വാമിയാണ് LICയുടെ പുതിയ CEO. ആർ ദൊരൈസ്വാമിയാണ് LICയുടെ പുതിയ CEO. ഇനി ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി IGNOU യുടെ ആദ്യ വനിതാ വൈസ് ചാൻസലറായി പ്രൊഫസർ ഉമ കാഞ്ചിലാലിനെ നിയമിച്ചു. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ആദ്യ വനിതാ വൈസ് ചാൻസലറായി പ്രൊഫസർ ഉമ കാഞ്ചിലാലിനെ നിയമിച്ചു. ഇനി കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനായി സംവിധായകൻ K. മധുവിനെ നിയമിച്ചു. കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനായി സംവിധായകൻ K. മധുവിനെ നിയമിച്ചു. ഇനി പഞ്ചസാരയുടെ അമിതോപയോഗം ഉയർത്തുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് കുട്ടികളെ ബോധവൽക്കരിക്കാൻ സ്കൂളുകളിൽ പഞ്ചസാര ബോർഡ് സ്ഥാപിക്കുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. പഞ്ചസാരയുടെ അമിതോപയോഗം ഉയർത്തുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് കുട്ടികളെ ബോധവൽക്കരിക്കാൻ സ്കൂളുകളിൽ പഞ്ചസാര ബോർഡ് സ്ഥാപിക്കുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ഇനി ലോകത്തിലെ ഏറ്റവും സുരക്ഷിത നഗരമായി അബുദാബി തിരഞ്ഞെടുക്കപ്പെട്ടു. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ രാജ്യമായി യൂറോപ്പിലെ ആൻഡോറയും ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരമായി അഹമ്മദാബാദും തിരഞ്ഞെടുക്കപ്പെട്ടു. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ നഗരമായി അബുദാബി തിരഞ്ഞെടുക്കപ്പെട്ടു. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ രാജ്യമായിട്ട് യൂറോപ്പിലെ ആൻഡോറയും ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരമായി അഹമ്മദാബാദും തിരഞ്ഞെടുക്കപ്പെട്ടു. ഇവിടെ MK സനുവിനെ കുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് നോക്കാം. 1928 ഒക്ടോബർ 27 ആലപ്പുഴയിലെ തുമ്പോളിയിൽ ജനിച്ചു. 1928 ഒക്ടോബർ 27 ആലപ്പുഴയിലെ തുമ്പോളിയിൽ ജനിച്ചു. മംഗലത്ത് കേശവൻ സാനു എന്നാണ് മുഴുവൻ പേര്. എന്താണ്? മംഗലത്ത് കേശവൻ സാനു എന്നാണ് മുഴുവൻ പേര്. ചങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം, ബഷീർ ഏകാന്തവീഥിയിലെ അവധൂതൻ, കർമ്മഗതി ആത്മകഥ, സഹോദരൻ അയ്യപ്പൻ, മോഹൻലാൽ അഭിനയ കലയിലെ ഇതിഹാസം, നാരായണ ഗുരുസ്വാമി എന്നിവയാണ് പ്രധാന കൃതികൾ. ചങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം, ബഷീർ ഏകാന്തവീഥിയിലെ അവധൂതൻ, കർമ്മഗതി എന്താണ്? ആത്മകഥയാണ് കർമ്മഗതി.
സഹോദരൻ അയ്യപ്പൻ, മോഹൻലാൽ, അഭിനയ കലയിലെ ഇതിഹാസം, നാരായണ ഗുരുസ്വാമി എന്നിവയാണ് പ്രധാന കൃതികൾ. കേരള സാഹിത്യ അക്കാദമി അവാർഡ് 1985, വയലാർ അവാർഡ് 1992, ആശാൻ അവാർഡ് 1994, എഴുത്തച്ഛൻ പുരസ്കാരം 2013, ദേശാഭിമാനി പുരസ്കാരം 2023 മുതലായ പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് 1985, വയലാർ അവാർഡ് 1992, ആശാൻ അവാർഡ് 1994, എഴുത്തച്ഛൻ പുരസ്കാരം 2013, ദേശാഭിമാനി പുരസ്കാരം 2023 മുതലായ പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. 1987 എറണാകുളം മണ്ഡലത്തിൽ നിന്നും MLA ആയി നിയമസഭയിലെത്തി. 1987 എറണാകുളം മണ്ഡലത്തിൽ നിന്നും MLA ആയി നിയമസഭയിൽ എത്തി. 2025 ഓഗസ്റ്റ് 2 അന്തരിച്ചു. 2025 ഓഗസ്റ്റ് 2 അന്തരിച്ചു. ഇനി മേഘാലയയിലെ മൗസിൻറാമിലാണ് ലോകത്തിലെ ആദ്യ മഴ മ്യൂസിയം നിലവിൽ വരുന്നത്. മേഘാലയയിലെ മൗസിൻറാമിലാണ് ലോകത്തിലെ ആദ്യ മഴ മ്യൂസിയം നിലവിൽ വരുന്നത്. ഇനി SBIയെ ലോകത്തിലെ മികച്ച ഉപഭോക്തൃ ബാങ്കായി ഗ്ലോബൽ ഫിനാൻസ് മാഗസിൻ തിരഞ്ഞെടുത്തു. SBIയെ ലോകത്തിലെ മികച്ച ഉപഭോക്തൃ ബാങ്കായി ഗ്ലോബൽ ഫിനാൻസ് മാഗസിൻ തിരഞ്ഞെടുത്തു. ഇനി എറണാകുളം സൗത്ത് ഷൊർണൂർ ജംഗ്ഷൻ ആണ് കേരളത്തിൽ ആദ്യമായി കവച് സുരക്ഷാ സംവിധാനം നിലവിൽ വരുന്ന റെയിൽപാത. എറണാകുളം സൗത്ത് ഷൊർണൂർ ജംഗ്ഷൻ ആണ് കേരളത്തിൽ ആദ്യമായി കവച് സുരക്ഷാ സംവിധാനം നിലവിൽ വരുന്ന റെയിൽപാത.